Start camera. Rolling, sir. Action! ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ലോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് കണ്ടാൽ തന്നെ അറിയാം. ആൻഡ് നിങ്ങൾ നമ്മൾ തമിഴിലും ടൈറ്റിലും കണ്ടുവന്ന പോലെ യെസ് ഓഫ് കോഴ്സ് വിലായുത് ബുദ്ധ സിനിമയുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇന്ന് 21-ാം തീയതിയാണ്. ഇന്ന് രാവിലെയാണ്, ഇന്നാണ് ആ സിനിമ റിലീസായത്. ഫസ്റ്റ് ഷോ അല്ല, 6:30-ക്കുള്ള ഷോ ആയിരുന്നു. അത് നമ്മുടെ ന്യൂ തിയേറ്ററിൽ സ്ക്രീൻ 1-ലായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ പോണ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ ഡയറക്ടർ ജയൻ നമ്പ്യാർ, മ്യൂസിഷ്യൻ ജെയ്ക്സ് ബിജോയ്, പിന്നെ സിനിമാറ്റോഗ്രാഫർ 2 പേരുണ്ട്. അരവിന്ദ് കഷായിപ്പോ ആ പേരെനിക്ക് എന്താ, അരവിന്ദ്, പിന്നെ റെനാഡേവ്, അങ്ങനെ 2 പേരുണ്ട് സിനിമാറ്റോഗ്രാഫർ. ഇതിൻ്റെ അത് പിന്നെ ഞാൻ റൈറ്ററിനെ കുറച്ച് പറയാത്തത്, ഒരു ബുക്കുണ്ട്, വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ റൈറ്ററിൻ്റെ പേരാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയാത്തത്. ഓക്കെ, കാസ്റ്റ്: പൃഥ്വിരാജ്, ഷമ്മി തിലകൻ, സുരാജ്, പ്രിയംവദ കൃഷ്ണൻ. ഇനിയുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന്, ഇവിടെ നിന്ന് ആള് പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അരുൺ സെൽവം, പിന്നെ നമ്മൾ മലയാളിയായിട്ടുള്ള തന്നെ അനു മോഹൻ, പ്രമോദ് വെള്ളിയനാട്. ആ പുള്ളിക്കാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രമോദ് വെള്ളിയനാട് മറ്റേ കൊത്തയിലൊക്കെ ഫസ്റ്റ് മറ്റേ വന്ന് ഒരു മാസ ഡയലോഗ് അടിച്ചിട്ട് ഐശ്വര്യലക്ഷ്മി അടിക്കുമ്പം ദുൽഖർ ഒന്ന് തീർക്കണ പുള്ളിക്കാരില്ലേ, ആ പുള്ളിക്കാരനാണ്. പറയാനുണ്ട് ഈ സിനിമയെ കുറിച്ച്, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ, എൻ്റെ പൊന്നോ, വധം പടം. ഞാൻ ഉച്ചയ്ക്ക് തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടാണ് യൂട്യൂബ് തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടാണ് സിനിമയ്ക്ക് കയറിയത്. അതിലെല്ലാവരും കിടിലം പടം, കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. സത്യമായിട്ടും പോയി കാണരുത്, ഞാൻ പറയണില്ല. ഓക്കെ, നിങ്ങൾക്കത് കാണാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയണത്. വധം പടം ഒരു വകയ്ക്കും കൊള്ളത്തില്ല. ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, ടോട്ടലി വേസ്റ്റ്. അതാണ് ഈ പടം. ഞാൻ 150 രൂപ കൊടുത്ത് കയറിയത് വെറുതെ. ഡയറക്ഷൻ, ഇതിനകത്ത് എവിടെ ഡയറക്ഷൻ, ഏത് സൈഡിൽ കൂടെ ഡയറക്ഷൻ പോയിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റോറി ഒരു വകയ്ക്കും കൊള്ളാത്ത സ്റ്റോറി. ആക്ടിങ് അതേപോലെ തന്നെ ഒരു വകയ്ക്കും കൊള്ളത്തില്ല. മ്യൂസിക്, ജെയ്ക്സ് ബിജോയിനൊക്കെ എന്തൊരു പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ആ ലോഗയൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് വരെയായിരുന്നു. മ്യൂസിക് കൊള്ളത്തില്ല, BGM കൊള്ളത്തില്ല. ആ സിനിമയ്ക്കകത്ത് കൊള്ളാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അതിൻ്റെ അകത്ത് കുറേ ഗ്രാഫിക്സ് കുത്തിയിറച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാത്ത ഈ പൃഥ്വിരാജന് എന്തൊരു പറ്റിയെന്നാണ്. ഇതിൻ്റെ അകത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്ക് അവനെ കിട്ടണം. അവൻ്റെ പേരെന്തരാണെന്ന് ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തില്ല. ആ മേക്കപ്പ് എന്തൊരു മേക്കപ്പാണ് അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയാം, ഇതൊരു ആദിവാസി ഇതിൽ നടക്കുന്ന സംഭവമാണ്. ഈ ആദിവാസികളെല്ലാം കറുത്തേ ഇരിക്കുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? അതിൻ്റെ അകത്ത് ആവശ്യമില്ലാതെ കുറേ കരിവാരിയ കൂടെ അങ്ങോട്ട് പോയതിൻ്റെ ഇങ്ങോട്ട് പോയതിൻ്റെ നടുക്കുന്നതിൻ്റെ എല്ലാം തൻ്റെ മുഖത്ത് വെച്ചിട്ടുണ്ട്. ആ പൃഥ്വിരാജിൻ്റെ മുഖത്തും പിന്നെ മറ്റേ ആ നായികയുടെ മുഖത്തൊക്കെ അവർ മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ചാലും ഇതിന് ആ ഒരു ഇത് കിട്ടുമായിരുന്നു. സെൻസർ ബോർഡ്, ഈ സെൻസർ ബോർഡ് ആരടാ ഈ സെൻസർ ബോർഡിൻ്റെ അകത്തിരിക്കണം? അവനെ എനിക്ക് കിട്ടണം. UA സർട്ടിഫിക്കറ്റ് എങ്ങനെ, ഈ സിനിമയ്ക്ക് എങ്ങനെ UA സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റി നിനക്ക്? പാരൻസിന്റെ ഇതിലാണ് വന്ന് ഇരിക്കുന്നത്. എന്നാലും ഞാൻ പറയാം, അതായത് സൂപ്പർമാൻ മൂവിക്കകത്ത് ആ കിസ്സിങ് സീന് 2 മിനിറ്റ് നീണ്ടുപോയെന്നും പറഞ്ഞ് നീയൊക്കെ അത് കട്ട് ചെയ്യിപ്പിച്ച് നീയൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് ഒന്നും നിനക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തോന്നിയില്ല. ഇതിൻ്റെ അകത്ത് റൊമാൻസ് ഒന്നും പറഞ്ഞ് എന്തൊക്കെയാ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ മറ്റേ ഇള്ളോളന്തരി ടൈപ്പ് സാധനം ഇതിൻ്റെ അകത്ത് റൊമാൻസ് ഒന്നും പറഞ്ഞ് കയറ്റി വെച്ചിരിക്കുന്നത്. കലിപ്പനും കാന്താരി ഉണ്ടല്ലോ, ഇൻട്രോ എല്ലാം ഇപ്പൊ ഇറങ്ങി പോയാലാന്ന് വിചാരിച്ചു. പിന്നെ പൈസ കൊടുത്തിരുന്നേ ആയിപ്പോയി. സീരിയസ് ആയി, ഇതിന്റെ വേറെ ഒന്നും പറയില്ല. ടോട്ടൽ വേസ്റ്റ് സിനിമ.
പോയി കാണല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ പോയി കണ്ട് പൈസ കളയല്ലേ, വേസ്റ്റ്. പാട്ട് കൊള്ളത്തില്ല, ആക്ഷൻ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫൈറ്റ് സീൻസ് എങ്കിലും കുറച്ച് കൊള്ളായിരിക്കും. പാട്ട് കൊള്ളത്തില്ല, ആക്ഷൻ കൊള്ളത്തില്ല, റൊമാൻസ് കൊള്ളത്തില്ല, ഇതിൻ്റെ അകത്തുള്ള ബീജിയംസ് കൊള്ളത്തില്ല, പിന്നെ ഡയറക്ഷൻ കൊള്ളത്തില്ല, ഗ്രാഫിക്സ് കൊള്ളത്തില്ല. ഈ സിനിമയിൽ 0 സ്റ്റാർ റേറ്റിംഗ് കൊടുത്താലും എനിക്ക് ഒന്നും പറയാനില്ല. അതാണ് ആ സിനിമയുടെ അവസ്ഥ. നിങ്ങൾ പോയി കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം.